ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു നോർമൽ ഡേ ആണ്. എല്ലാ ദിവസത്തെയും പോലെ ഒരു ദിവസം ഒരു സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ് ഞാൻ അധികം വ്ളോഗും കാര്യങ്ങളും എടുക്കൽ. അപ്പോൾ ഇന്നങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നപ്പോഴാണ് വ്ളോഗ് എടുത്തത്. രാവിലത്തെ ചായയും കടിയും കാര്യങ്ങളൊക്കെ അയക്കണ്. പിന്നെ ഞാൻ ഫസ്റ്റ് തന്നെ കോളിഫ്ലവർ റെഡിയാക്കാൻ നിന്നു. ആദ്യമായിട്ടാട്ടോ ഞാൻ കോളിഫ്ലവറിൽ പുഴുവിനെ കാണുന്നത്. എല്ലാവരും പറയലുണ്ട് പുഴു ഉണ്ടാവും എന്നൊക്കെ, നല്ലോണം കേൾക്കണം, അത് തിളപ്പിക്കണം എന്നൊക്കെ. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യലൊക്കെ ഉണ്ട്. പക്ഷേ ഇതുവരെയായിട്ടും പുഴുവിനെ ഞാൻ കണ്ടില്ല. ഇന്ന് ഞാൻ ഏതായാലും അതിൽ കണ്ടു. വലിയ പുഴു തന്നെയായിരുന്നു കേട്ടോ അതിലുണ്ടായിരുന്നത്. രാവിലെ ചായയും കടി ആയാൽ ഞാൻ പെട്ടെന്ന് എല്ലാ ദിവസവും ഉച്ചക്കൊക്കെ ഫുഡിനുള്ള കുറച്ചൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കും. എന്നിട്ടാണ് ബാക്കി പണിയും കാര്യങ്ങളൊക്കെ എടുക്കൽ. ഇത് എണീക്കുമ്പോൾക്ക് ഞാൻ കഴിയണതും എന്നെക്കൊണ്ട് കഴിയണ അത്രയും പണി വേഗം തീർക്കലാണ്. എന്നാൽ പിന്നെ സുഖമാണ്. ഇസു എണീറ്റ് വന്നാൽ പിന്നെ പണിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടേക്കാരം. വേഗം ഇസുവിന് ചൂടുവെള്ളം ഉണ്ടാക്കുകയാണ്. എന്നാൽ ഓന് എണീക്കുമ്പോൾക്ക് അത് തണുത്തോളും. അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി കഷ്ണം ഇടുന്നുണ്ട്. ഓന് നല്ലോണം ജലദോഷമുള്ളതുകൊണ്ട് ഇഞ്ചിയിട്ട വെള്ളം കുടിക്കുമ്പോൾ ഒന്ന് ആശ്വാസം ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് അങ്ങനെ കൊടുക്കുന്നത്. ഓന് തൊണ്ടയ്ക്ക് കാറിയോണ്ട് നിൽക്കുമ്പോൾ അങ്ങനെ ഇഞ്ചിയിട്ട വെള്ളമൊക്കെ ഓനിഷ്ടമാണ്. വൈകുന്നേരമൊക്കെ ആകുമ്പോൾക്ക് അത് നല്ലോണം എരിവൊക്കെ ഇറങ്ങി വന്ന് കാണും. എന്നാലും ഓന് ഭയങ്കര ഇഷ്ടമാട്ടോ അത് നല്ല രീതിയിൽ ഓന് കുടിക്കലൊക്കെ ഉണ്ട്. ചൂടുവെള്ളം ആയതിനു ശേഷം ഞാൻ കോളിഫ്ലവർ തിളപ്പിച്ചൂറ്റാനുള്ള വെള്ളമാണ് വെക്കുന്നത്. അതിക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടുകണ്. പിന്നെ തിളച്ച് വന്നതിന് ശേഷം ആ കോളിഫ്ലവർ കൂടി ഇട്ടതിന് ശേഷം നല്ലോണം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന മോഡലിലല്ല ഉണ്ടാക്കുന്നത്. ഞാനിങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ട്രൈ ചെയ്യണത്. ഞങ്ങൾ അടുത്ത വീട്ടിലെ താത്തയാണ് ഈ മോഡലിൽ ഉണ്ടാക്കൽ. അവിടുന്ന് ഇസുവിന് കൊടുക്കലുണ്ട്. നല്ല ടേസ്റ്റാണ് ഓര് ഉണ്ടാക്കുന്നത്. ഓരുണ്ടാക്കണ അത്രയ്ക്ക് ടേസ്റ്റൊന്നും ഇല്ലെങ്കിലും ഒരതിൻ്റെ അടുത്തൊക്കെ എത്തിക്കാൻ എൻ്റെ ഇത് അയക്കണ്. പിന്നെ കാണാനുള്ള ലുക്ക് ഒരിത് നല്ല ലുക്ക് തന്നെയാണ്. അത്ര ലുക്കൊന്നും എൻ്റെ കിട്ടിയില്ല. അത് തിളച്ച് വരുമ്പോഴേക്കും മസാലയൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. പാകത്തിന് ഉപ്പും ഒരു 3/4 സ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും 1.5 സ്പൂണ് നിറച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം 1.5 സ്പൂണ് മുളക് പൊടിയൊക്കെ എടുത്തുകണ്. അടുത്തത് കരിവേപ്പിലയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാക്കിയത്. അധികമൊന്നും വേണ്ട, ഒരു തുള്ളി മതി. 2 മുട്ടയുടെ എല്ലാം എടുക്കാതെ വൈറ്റ് മാത്രം എടുക്കുന്നുണ്ട്. അത് പിന്നെ ഞാൻ അതേപോലെ തന്നെ എന്നാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ മുട്ട പൊരിക്കുമ്പോൾ അതേക്ക് ആഡാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ തൊലിയൊന്നും കളയാതെ തന്നെ എടുക്കുന്നത്. പിന്നെ ഇതാ സുർക്കി കൂടിയും കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾക്ക് നമ്മൾ കോളിഫ്ലവറൊക്കെ നല്ലോണം തിളച്ച് വന്നിക്കണ്. അത് പിന്നെ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് ഒരു ഓട്ടപ്പാത്രമല്ലേ ചോറൊക്കെ ഊറ്റണേ, അതിലേക്ക് ഞാൻ ഊറ്റിയെടുക്കുകയാണ് ചെയ്തത്. അത് കുറച്ച് ടൈം വെച്ചിക്കണ് വെള്ളമൊക്കെ പോവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിക്കിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ്. മിക്സ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു കയ്യിൽ ഫോണുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ മിക്സ് ചെയ്യണത്. ഫോണൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെയും നല്ലതിലേക്ക് മിക്സ് ചെയ്തിട്ടാണ് കാണിക്കുന്നതൊക്കെ. അത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്തേക്കുകയാണ്. കുറച്ച് ടൈം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. ഞാൻ പിന്നെ അരമണിക്കൂറിൻ്റെ മുകളിലൊക്കെ വെച്ചിക്കണ്. ഈ തട്ടന്നെ ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചേക്കാണ്. വേറെ മാറ്റാന്നൊക്കെ കരുതിനി, പിന്നെ വേണ്ട വിചാരിച്ചുകൊണ്ട് അതന്നെ കയറ്റി വെച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം അകടിച്ചൊരി തുടക്കാമെന്ന് വിചാരിച്ചു. ഇസ് എണീറ്റാൽ എനിക്ക് തുടക്കാൻ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. ഓന് വെള്ളത്തിലൊക്കെ അങ്ങനെ കളിക്കും. അപ്പോൾ പിന്നെ ഓനെങ്ങനെ ചീത്ത അറിയണ്ടേന്ന് ഓർത്തിട്ട് ഞാൻ വേഗം ഓൻ എണീക്കണേൻ്റെ മുമ്പ് തന്നെ കഴിയണതും അകടിച്ചൊരി തുടക്കാൻ നോക്കും. പിന്നെ പോരാത്തതിന് അല്ലെങ്കിൽ ഓന് വണ്ടി എടുത്തിട്ട് ഇങ്ങനെ ഞാൻ തുടക്കണോടുക്കടെ കൊണ്ടടക്കലാണ്. അപ്പോൾ അതും എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഓന് നടക്കില്ലാറ് എനിക്കിഷ്ടവും വണ്ടിമ വരുന്നതാണ്. നടന്നവൻ വീയോ എന്നുള്ള പേടി കൂടി ഉണ്ടാവും. പക്ഷെ എന്നാൽ വണ്ടിമ വരികയാണെങ്കിൽ ഏതായാലും വീയൊന്നുമില്ല എന്നുള്ള ആ ഒരു സമാധാനത്തിൽ എനിക്ക് നിൽക്കാം. ചിലപ്പോൾ ഓന് സിറ്റ് ഔട്ടിലൊക്കെ നിൽക്കുമ്പോൾ വല്ല വേഗം തുടച്ചുകാണ്ട് പോകുമെന്ന് വിചാരിക്കുമ്പോൾക്ക് ഓനെങ്ങനെയെന്ന് അറിയില്ല, ഓനറിഞ്ഞാണ്ട് എൻ്റെ അടുത്തേക്ക് വരും. അതുവരെ ആരെടുത്ത് നിന്നാലും തുടക്കുന്ന ടൈം ആകുമ്പോൾ കറക്റ്റ് എൻ്റെ അടുത്തേക്ക് തന്നെ എത്തും. അടുത്തത് പെട്ടെന്ന് മുറ്റടിച്ചോരായിരിച്ച് വേഗം ഇറങ്ങി. അധികം ചെമ്മലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഉള്ളത് കാക്കു വണ്ടിയൊക്കെ കേൾക്കുമ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അങ്ങനെ പുറത്തേക്ക് ഇടുന്നതാണ്. അത് മാത്രം തന്നെ ഉള്ളായിരുന്നു കാര്യമായിട്ട്. അതൊക്കെ അടിച്ചൊരു കഴിഞ്ഞപ്പോൾക്ക് നല്ലോണം വിശക്കുണ്ടായിരുന്നു. ഞാൻ വേഗം ഫുഡ് കഴിക്കാൻ നിന്നു. കാക്കും ആരും എണീറ്റിട്ടൊന്നുമില്ല.
ഉപ്പ എണീറ്റ് ചായയൊക്കെ കുടിച്ച് 6:45 ആകുമ്പോൾക്ക് കടയ്ക്ക് പോകുന്നതാണ്. കടലക്കറിയും പുട്ടായിരുന്നു. മീൻകറി തലേ ദിവസത്തെ ഞാൻ എടുത്താണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം സിറ്റൗട്ടിൽ വന്നിരുന്നിട്ട് ഷോർട്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യലും അങ്ങനെ ചെറിയ എഡിറ്റിംഗ് ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ ചെയ്തു. പിന്നെ ഇത് എണീറ്റിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്നാൽ വേഗം ചോറൊക്കെ വിചാരിച്ചിട്ട് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് നമ്മൾ കോളിഫ്ലവർ ഫ്രിഡ്ജിൽ വെച്ചത് എടുത്തുകൊണ്ടുവന്നു. ഈ വലിയ തട്ടിൽ ആകെ താഴെ കുറച്ച് മാത്രമേ ഉള്ളൂ. പിന്നെ ചെറുതൊക്കാക്കാന്ന് എന്താ വെച്ചാൽ മെയിനായിട്ട് അത് പിന്നെ കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഏതായാലും വലുത് കേൾക്കണം, അപ്പോൾ പിന്നെ ചെറുതും കൂടി കേൾക്കാനാക്കണ്ടല്ലോ എന്നുള്ള രീതിയിലാണ്. പിന്നെ കോൺഫ്ലവറിൻ്റെ പൊടിയാണ് ഇടുന്നത്. അതിലേക്ക് കോളിഫ്ലവർ ഇങ്ങനെ ഇട്ടുകൊണ്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് കോൺഫ്ലവർ ഇടരുത്. അങ്ങനെ ഇട്ടാൽ അതിൽ നിന്നൊരു വെള്ളം ഇട്ട പോലെ ഇക്കാരം, പിന്നെ പൊരിക്കുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ ടൈമിലിടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കാരം. പിന്നെ ഈ ഫുള്ള് ഫ്രൈ ചെയ്തെടുക്കണില്ല, വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നെയ്റ്റ് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇസുവിനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ, വെറുതെ ഇങ്ങനെ എടുത്താണ്ട് കഴിച്ചുകൊണ്ടിരിക്കും. ബാക്കിയുള്ളതൊക്കെ ഞാൻ വേഗം ഫ്രിഡ്ജിൽ വെച്ചു ചെറിയൊരു പാത്രത്തിലാക്കിയാണ്ട് അങ്ങനെ എടുത്തൊക്കെ ചെയ്ത്. പിന്നെ പെട്ടെന്ന് ഞാനിതാ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതൊന്നും എണീറ്റിട്ടില്ല. എല്ലാ ദിവസവും ഈ ടൈമൊക്കെ ആണതിൻ്റെ മുമ്പ് എണീക്കലൊക്കെ ഉണ്ട്. പക്ഷേ ഓനിപ്പം ജലദോഷം പിടിച്ചുകൊണ്ട് നൈറ്റ് അധികം ഉറങ്ങലില്ല, മൂക്കൊക്കെ അമ്പിയിട്ട് ഉറങ്ങും. പക്ഷേ എപ്പോഴും എണീറ്റാണ്ട് അങ്ങനെ കേൾക്കാരും ഉറക്കം ശരിയാവാത്ത പോലെയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ നല്ലോണം ഉറങ്ങണത്. പിന്നെ കാക്കൂനും രാത്രി എന്തൊക്കെ പണിക്ക് പോയിട്ട് ഒരു മണിയൊക്കെ ആയപ്പോഴാണ് വന്നത്. അങ്ങനെ കാക്കും ഇസു ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ പണി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഉറങ്ങാൻ വിചാരിച്ചിട്ടാണ്. ഇസു ഉറങ്ങാത്തതുകൊണ്ട് എനിക്കും റെഡിക്ക് ഉറങ്ങാനൊന്നും കഴിഞ്ഞില്ല. നല്ല ഉറക്കക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പണി കഴിഞ്ഞാൽ അപ്പം തന്നെ ഉറങ്ങാനൊന്നും പറ്റില്ല. ഇസു ഉച്ചയ്ക്ക് ഉറങ്ങുമ്പോൾ ഓൻ്റെ കൂടെ ഉറങ്ങാൻ കഴിയുള്ളൂ. അല്ലാതെ ഉറങ്ങാൻ കിടന്നാൽ ഓൻ എന്തേലും വേണമെന്ന് പറഞ്ഞിട്ട് എപ്പോഴും എണീപ്പിക്കും. ഓന് ഞാൻ ഉറങ്ങണ കണ്ടാൽ എന്താ അറിയില്ല, ഭയങ്കര കുയിന്താണ് തോന്നുന്നത്. അപ്പോക്കിത് നമ്മൾ ചോറൊക്കെ തിളച്ച് വന്നിക്കണ്. ചോറൊന്ന് തിളച്ച് നല്ലോണം തിളച്ചാൽ തന്നെ ഞാൻ ഓഫാക്കലാണ്. പിന്നെ വേഗം റൈസ് കുക്കർക്ക് ഇറക്കി വെക്കും. അത്യാവശ്യം വേവുള്ള അരി ആയതുകൊണ്ട് തന്നെ കുറേ ടൈം വെക്കലുണ്ട്. ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ അധികം വെക്കും. ഫസ്റ്റത്തെ ട്രിപ്പ് കോളിഫ്ലവർ ആയി, അത് വേഗം കോരിയെടുത്തിട്ട് രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടു. രണ്ടാമത്തേൽ കുറച്ചധികം ഇട്ടുകണ്. പിന്നെ അടുത്തതും പൊരിച്ചെടുക്കേണ്ടി വിചാരിച്ചിട്ട് അങ്ങനെ കുറേ ഇട്ടുകാണ്ട് പൊരിച്ചെടുത്താൽ ചെയ്തത്. അതാകുമ്പോൾക്ക് ഞാൻ വേഗം ചിക്കൻ കറിക്കുള്ളതൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നോർമൽ രീതിയിൽ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണ്, വെറൈറ്റി രീതിയിലുള്ള ചിക്കൻ കറിയും കാര്യങ്ങളൊന്നുമല്ല. കോളിഫ്ലവറൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ ഒരു സാധാ ചിക്കൻ കറി മതി എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾക്ക് ഇതാ നമ്മളെ കുഞ്ഞാശാൻ എണീറ്റ് വന്നിക്കണേ. അവൻ്റെ കയ്യുമ്മ എന്തോ മുറി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണിച്ചു തരികയാണ്. ഡോറ് തട്ടിയതാണെന്നാണ് പറയണത്. ഞാൻ ആദ്യം കേട്ടത് ആന കുത്തിയെന്നാണ്. അവനോട് ഡോറ് കുത്തിയെന്ന് പറഞ്ഞപ്പോൾ ആന കുത്തിയെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അവൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ കോളിഫ്ലവർ ഫസ്റ്റത്തെ ട്രിപ്പ് അയക്കണ്. അതൊന്ന് എടുത്ത് കാണിച്ചെടുത്ത്. അപ്പോൾ അതിന് എടുക്കാനൊക്കെ നോക്കി വെച്ചിട്ട് പിന്നെ വേണ്ട നമുക്ക് ബ്രഷ് ചെയ്തിട്ട് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എടുത്തൊന്നുമില്ല. അതിന് ശേഷം കുഞ്ഞു ബേബി ആവാണ്. ഇടയ്ക്ക് ബേബിയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുട്ടികളെ പോലെ ഇങ്ങനെ കാട്ടിക്കൊണ്ട് വെക്കും. അപ്പോൾ പിന്നെ ഒന്നെടുത്ത് നടക്കലും അങ്ങനെയൊക്കെ കാരണം. അപ്പോൾ എൻ്റെ സംസാരവും കാര്യങ്ങളൊക്കെ അങ്ങനെ മാറണതാണ്. താത്താൻ്റെ മോനുണ്ട് ന്യൂഹ് ബേബി, അവനെ പോലെ ഓന് ന്യൂഹ് ബേബിയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാട്ടുന്നതാണ്. അപ്പോൾക്ക് രണ്ടാമത്തെ ട്രിപ്പ് കോളിഫ്ലവർ അയക്കണ്. ഓനെ താഴെ വെച്ചിട്ടും തിണ്ടുമ്പോൾ വെച്ചിട്ടൊന്നും ഓന് നിൽക്കാൻ കൂട്ടാക്കണില്ല. ഇനി അത് വേഗം കോരിയെടുത്തതിന് ശേഷം ഓന് വേഗം ബ്രഷ് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഫുഡ് കൊടുക്കാൻ നിന്നു. ഓന് സിറ്റൗട്ടിൽ നിന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി ഇരുത്തിയാണ് കൊടുക്കുന്നത്. ഓൻ ഒറ്റയ്ക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വാരിത്തരാമെന്ന് പറഞ്ഞിട്ട് ഒന്നും സമ്മതിക്കാതെ ഒറ്റയ്ക്ക് കഴിക്കും, വലിയ പീസ് കഴിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വലുതൊക്കെ എടുക്കുന്നുണ്ട്. കുറച്ച് ടൈം ഞാൻ അങ്ങനെ ഓനെ കാത്തുന്നു. പിന്നെ കാക്കു എണീറ്റ് വന്നപ്പോൾ കാക്കുവിനെ ഓനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയി. ഇടയ്ക്ക് ഇങ്ങനെ തിന്നാൻ പറഞ്ഞാൽ മതി, വലിയ പീസ് കഴിക്കുമെന്ന് പറഞ്ഞാൽ മതി പറഞ്ഞാണ്ട്. പക്ഷേ ഞാൻ പോയി കുറച്ച് ടൈം അവിടെ ഇരുന്നതിന് ശേഷം ഓൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ് വന്ന് എൻ്റെ അടുത്തേക്ക്. പക്ഷേ കഴിഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു, ഓൻ വെറുതെ പറഞ്ഞു വന്നാണ്. ഓൻ ഫുഡ് കഴിക്കുന്ന ടൈം കൊണ്ട് ഞാൻ വേഗം ചിക്കൻ കറി ആക്കാൻ നിന്നു. ആദ്യം കുക്കർ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങനെ, പിന്നെ വെല്ലുള്ളി കൂടി ഇട്ടിട്ട് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ്.
അതൊന്ന് അടച്ച് വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. പിന്നെ കുക്കറിൻ്റെ മൂടി എന്താ തിരിച്ച് വെച്ചെന്ന് ചോദിച്ചാൽ നേരെ വെച്ചാൽ അതിൻ്റെ വാസന എന്തോ വലുതായിട്ട് പിന്നെ അടക്കാൻ ബുദ്ധിമുട്ടായിക്കാരം. പിന്നെ കുറച്ച് ടൈം റെഡിയാക്കി എടുത്തിട്ട് അടക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് കുക്കറിൻ്റെ മൂടി ഞാൻ തിരിച്ച് വെക്കുന്നത്. അതിന് ശേഷയിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ചെറിയുള്ളിയില്ലേ അതിൻ്റെയൊക്കെ പേസ്റ്റ് കുറച്ചിട്ടാണ് അതുകൂടിയും കുറച്ച് നേരം അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇടുന്നത് തക്കാളിയാണ്. ഒരു മീഡിയം സൈസിലുള്ള 2 തക്കാളി കൂടി ആഡ് ചെയ്തിട്ട് അതും നല്ലോണം വാട്ടിയെടുക്കുന്നുണ്ട്. വാടിയതിന് ശേഷം മസാലപ്പൊടികളൊക്കെ ഇടുകയാണ്. 1 സ്പൂണ് മുളക് പൊടിയും 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് ചിക്കൻ മസാല, പിന്നെ അതേപോലെ ഒരു 1/2 സ്പൂണ് കാശ്മീരി ചില്ലി കൂടി ഇടുന്നുണ്ട്. കളറൊന്ന് നല്ല രീതിയിലുള്ള കളറാവാൻ വേണ്ടിയിട്ട് ഇടുകയാണ്. അതിൽ സാധനമൊക്കെ ഉണ്ട്, പക്ഷെ ചെറിയ ഓട്ടായതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പോരുന്നില്ല. മസാലകളൊക്കെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ചിക്കനും ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ഗ്ലാസ് 1.5 ഗ്ലാസിൻ്റെ അടുത്തൊക്കെ വെള്ളം പാർന്നിക്കണ്. അധികം വെള്ളമൊന്നും പാരണ്ട, നല്ലോണം വെള്ളം കൂടി വന്നാൽ വലിയ ടേസ്റ്റും കാര്യമൊന്നും ഉണ്ടാവില്ല. കരിവേപ്പില ഞാൻ പിന്നെ വാട്ടുന്ന ടൈമിൽ ഇടാൻ വിട്ടുപോയതാണ്. പിന്നെ ഞാൻ അതിക്കിട്ടിട്ട് ഞാൻ മൂടി വെച്ചിട്ട് 3 വിസിലാണ് വരുത്തുന്നത്. അത് വിസിലടിക്കുന്ന ടൈം കൊണ്ട് പോയിക്കാണ്ട് ഇസൂന് വേഗം ഫുഡ് കൊടുക്കാൻ നിന്നു. കാക്കുവിനോട് 3 വിസിലാകുമ്പോൾ ഓഫാക്കാൻ പറഞ്ഞുകാണ്ട് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചേക്കണ്. കുറച്ച് പാത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇസൂന് ഫുഡ് കൊടുത്തിട്ട് ആക്കാൻ വിചാരിച്ചു. ഇസൂന് ഞാൻ പെട്ടെന്ന് പിന്നെ ഫുഡ് കൊടുത്തു. ഒന്ന് ഫുഡ് കഴിക്കാൻ ഇപ്പം അത്യാവശ്യം നല്ലോണം മടിയാണ്, ജലദോഷം പിടിച്ചിട്ട്. അത് വായിൽ കുറച്ച് ടൈം വെച്ചിട്ട് ചിലപ്പോൾ തുപ്പൊക്കെ ചെയ്യുക. കാരണം ഒന്ന് ഇറക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ആദ്യം മടിയാണ് ഫുഡ് കഴിക്കാൻ. ഇപ്പം വയ്യാതായപ്പം ഒന്നുകൂടി മടി പിടിച്ചതാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം മരുന്ന് കൊടുത്തു, ജലദോഷത്തിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ. അപ്പോൾക്ക് പിന്നെ ചോറ് ഊറ്റാനുള്ള ടൈം ആയിക്കണേ. അതൊക്കെ ഊറ്റി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളത് അത് കഴുകിയെടുത്ത് ഉപ്പിൻ്റെയും മല്ലിപ്പൊടിൻ്റെയൊക്കെ അളക്ക് കാലിയായപ്പോൾ അത് കഴുകി വെക്കുകയാണ്. കഴുകി ഉണങ്ങിയതിന് ശേഷം അടുത്ത ഇടൽ. എന്നാൽ പിന്നെ നല്ല വൃത്തിക്ക് നിന്നോളൂ. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ മുകളിലൊക്കെ ഉണ്ടായിക്കാണ്ട് ഒരു വൃത്തിയില്ലാത്ത പോലെ ഇക്കാരം കാണുമ്പോൾ തന്നെ. ചിക്കൻ കറി കഴിക്കണേ. അപ്പോൾ ഞാൻ വേഗം കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചപ്പോൾ കാക്കു ഫുഡ് കഴിക്കാൻ നിന്നപ്പം കാക്കുവിൻ്റെ കൂടെ ഞാനും കഞ്ഞി കുടിക്കാൻ നിന്ന്. കാക്കു പുട്ടും അതേപോലെ ചിക്കൻ കറിയും കോളിഫ്ലവറൊക്കെ എടുത്താണ് കഴിക്കണത്. ഉച്ചയ്ക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം കഞ്ഞിയും കോളിഫ്ലവർ ഇതൊക്കെ എടുത്ത് ഞാനും കഴിച്ച്. ചായയുടെ കഴിഞ്ഞതിന് ശേഷം ഇസൂൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചിട്ട് അതിൻ്റെ ഇടയിൽ വെല്ലം മുങ്ങുക ചെയ്തത് കാക്കു അടുക്കള ഭാഗത്തേക്കടെ. ഇസൂനെ ഞാൻ വേഗം കുളിപ്പിക്കൊക്കെ കഴിച്ചതിന് ശേഷം ആപ്പാൻ്റെ അടുത്താക്കി. എന്നിട്ട് ഞാനും കുളിച്ച് തിരുമ്പലൊക്കെ കഴിച്ച് അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോണ്ടു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ.